നോക്കിയേ, ഇതൊന്ന് സംഭവം. ഇതൊരു പ്രൊട്ടസ്റ്റ് അല്ലേ? നീറ്റ് എക്സാം പേപ്പർ ലീക്ക് ആയതരാ. ഒരു പേപ്പർ ലീക്ക് അതിന് പ്രൊട്ടസ്റ്റാ? ഇതൊരു ചോദ്യ പേപ്പർ ലീക്കിന്റെ മാത്രം പ്രശ്നമല്ല, പിന്നെ കോടിക്കണക്കിന് സ്റ്റുഡൻസിന്റെ സ്വപ്നം ഇത്ര കൊല്ലത്തെ കഷ്ടപ്പാട് ലീക്കായത്. ഇതിനെ പറഞ്ഞിട്ട് എത്ര ആൾക്കാർ ഗതി കെട്ടി സൂസൈഡ് ആക്കി. ഒരു ചോദ്യ പേപ്പർ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? അതന്നെ അത്ര കെയർലെസ് നമ്മളെ ഗവൺമെന്റ്. അപ്പൊ എന്താ വലിയ വലിയ സെലിബ്രിറ്റി ഒന്നും റിയാക്ട് ആക്കാത്ത? ഓറെ PR ടീം വിടാല. എന്ത് ചെയ്യണോ, എന്ത് പറയണോ, എങ്ങനെ റിയാക്ട് ചെയ്യണോ തീരുമാനിക്കുന്നത് ഓരല്ല, ഓരോ സ്ക്രിപ്റ്റ് അങ്ങനെല്ലാം ഉണ്ടാ. മറ്റു ചില ആർട്ടിസ്റ്റ് റിയാക്ട് ചെയ്യുന്നവരുണ്ട്, ബട്ട് വലിയ വലിയ സെലിബ്രിറ്റീസ് ചെയ്യുന്നില്ല. ചെയ്യുന്നു എല്ലാരും മനസ്സിലാക്കേണ്ടത് ഇത് രാഷ്ട്രീയല്ല, നാളത്തെ ഇന്ത്യ നയിക്കേണ്ട നമ്മളെ പോലത്തെ കുട്ടികളുടെ ഭാവിയാണ്. അത് ഡൽഹിയിലല്ലേ നമ്മീട് എന്താക്കുന്ന? ഇങ്ങനെ പറഞ്ഞിട്ട് മിണ്ടാണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഡൽഹി ദുബൈയിലല്ല, ഇന്ത്യയിൽ. സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. സോ റേസ് യുവർ വോയിസ് ഗൈസ്.